Welcome to Higher Secondary Physics. Class number C12 P48, Interference of Light. Class 12 Physics for HSC, CBSE and ISC. Chapter 10 Wave Optics we continue. Class 12 Physics. So today we see what is called interference of light. Interference of light. Interference definition. What is interference? Interference is the modification of in the distribution of light due to the superposition of two or more light waves is called interference. The modification in the distribution of light due to the superposition of two or more light waves is called interference. രണ്ടോ അതിൽ കൂടുതലോ പ്രകാശ തരംഗങ്ങൾ ഒന്ന് മറ്റൊന്നിൻ്റെ പുറത്ത് പതിക്കുമ്പോൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ലൈറ്റിൻ്റെ വിതരണത്തിൽ ഉണ്ടാകുന്ന മാറ്റം അതിനെ വിളിക്കുന്ന പേര് ഇൻ്റർഫറൻസ്. രണ്ടോ അതിൽ കൂടുതലോ പ്രകാശ തരംഗങ്ങൾ ഒന്ന് മറ്റൊന്നിൻ്റെ പുറത്ത് പതിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് മാറ്റത്തെ വിളിക്കുന്ന പേരാണ് ഇൻ്റർഫറൻസ്. ദ മോഡിഫിക്കേഷൻ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് ഡ്യൂ ടു ദി സൂപ്പർ പൊസിഷൻ ഓഫ് ടു ഓർ മോർ ലൈറ്റ് വേവ്സ് ഈസ് കോൾഡ് ഇൻ്റർഫറൻസ്. What are the conditions for interference? What are the conditions for interference? There are mainly two conditions. Number one, the sources must be coherent. Number two, they must be close and narrow. അപ്പോൾ ഇൻ്റർഫറൻസ് ഉണ്ടാകാനുള്ള വ്യവസ്ഥയിലെ കണ്ടീഷൻ എന്തൊക്കെയാണ്? രണ്ട് പ്രധാനപ്പെട്ട കണ്ടീഷനാണ്. ഇൻ്റർഫറൻസ് ഉണ്ടാകാൻ നമുക്ക് രണ്ട് സോഴ്സ് ഓഫ് ലൈറ്റ് വേണം, രണ്ട് സോഴ്സുകൾ കൊഹറൻ്റ് ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ, ദ സോഴ്സസ് മസ്റ്റ് ബി കൊഹറൻറ്റ്. ലൈറ്റ് സോഴ്സസ് മസ്റ്റ് ബി കൊഹറൻറ്റ്. ആൻഡ് നമ്പർ ടു, ദേ മസ്റ്റ് ബി ക്ലോസ് ആൻഡ് നാരോ. അവ വളരെ അടുത്തും നേർത്തതുമായിരിക്കണം. സോഴ്സിൽ കൊഹറൻ്റ് ആയിരിക്കണം. അവ വളരെ അടുത്ത് ഇരിക്കുന്നതും നേർത്ത നാരോ സോഴ്സ് ആയിരിക്കണം. അതാണ് ഈ കണ്ടീഷൻ ഫോർ ഇൻ്റർഫറൻസ്. അപ്പോൾ എന്താണ് കൊഹറൻറ്റ് സോഴ്സസ്? അത് ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യനാണ്. അത് നമുക്കിങ്ങനെ പറയാം. കൊഹറൻറ്റ് സോഴ്സസ്. Coherent sources are sources emitting light of same wavelength and amplitude having a constant phase difference or not. Coherent sources are sources emitting light of wavelength, same wavelength and amplitude having a constant phase difference or not. രണ്ട് സോഴ്സുകൾ. കോഹറൻറ്റ് സോഴ്സ് എന്താണ്? ടു സോഴ്സസ് എമിറ്റിംഗ് ലൈറ്റ് ഓഫ് സെയിം വേവ്ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ഒരേ വേവ് ലെങ്തിലും ആംപ്ലിറ്റ്യൂഡിലും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഫേസ് ഡിഫറൻസ് അവ തമ്മിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. ഫേസ് ഡിഫറൻസ് 0 എന്നാൽ ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്തും സെയിമായിട്ടുള്ള ലൈറ്റ് വേവുകളെ അല്ലെങ്കിൽ അവ പുറപ്പെടുവിക്കുന്ന സോഴ്സുകളെ വിളിക്കുന്ന പേരാണ് കൊഹറൻറ്റ് സോഴ്സസ്. കൊഹറൻറ്റ് സോഴ്സസ് ആർ സോഴ്സസ് എമിറ്റിംഗ് ലൈറ്റ് ഓഫ് സെയിം വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഹാവിങ് എ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് or not. It is not compulsory, the phase difference. Two independent sources will be always incoherent. രണ്ട് വ്യത്യസ്തമായ സോഴ്സുകൾ, സെപ്പറേറ്റ് സോഴ്സുകൾ കൊഹറൻ്റ് ആയിരിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഈ കൊഹറൻ്റ് സോഴ്സ് നിർമ്മിക്കുക? അത് യങ്സ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന യങ്സ് എക്സ്പെരിമെൻറ്റ് അതിൽ നിർമ്മിക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. ഹൗ വിൽ യു പ്രൊഡ്യൂസ് ടു കൊഹറൻ്റ് സോഴ്സസ് ഫ്രം എ സിംഗിൾ സോഴ്സ്? ഹൗ വിൽ യു പ്രൊഡ്യൂസ് ടു കൊഹറൻ്റ് സോഴ്സസ് ഫ്രം എ സിംഗിൾ സോഴ്സ്? അതിന് ഈ ചിത്രം, you see the figure. In the figure, this is a slit which is illuminated with monochromatic light, and the light coming from the slit is passed through two other slits, pinholes A and B will act as coherent sources. അപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് കൊഹറൻറ്റ് സോഴ്സ് നിർമ്മിക്കാം. ചിത്രത്തിൽ എയും ബി രണ്ട് കൊഹറൻറ്റ് സോഴ്സായിട്ട് പ്രവർത്തിക്കുന്ന സ്ലിറ്റുകളാണ്. അത് ഇലൂമിനേറ്റ് ചെയ്യാൻ എസ് എന്ന് പറയുന്ന സ്ലിറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റാണ് വീഴുന്നത്. അപ്പോൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ആദ്യമായിട്ടൊരു സ്ലിറ്റ് നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഡിയം ലൈറ്റ് കൊണ്ട് ഇലൂമിനേറ്റ് ചെയ്യുക. ആ ലൈറ്റ് മറ്റ് രണ്ട് സ്ലിറ്റിനകത്ത് എയിലും ബിയിലും വീഴുന്നതായിട്ട് തയ്യാറാക്കി ഒരു സ്ക്രീൻ പോലെ അങ്ങ് വെക്കുക. അപ്പോൾ എയിൽ നിന്ന് വീഴുന്ന ലൈറ്റ് പുറത്തേക്ക് വന്നാൽ അവ കൊഹറൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ കൊഹറൻ്റ് സോഴ്സിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. എ സ്ലിറ്റ് എസ് ഈസ് ഇലൂമിനേറ്റഡ് ബൈ മോണോക്രോമാറ്റിക് ലൈറ്റ്. You know monochromatic light. Monochromatic light is a light of single wavelength. Sodium light is considered as monochromatic for experimental purpose. A slit
S is illuminated with by monochromatic light. The light derived from the slit is passed through two other slits A and B. A and B will act as coherent sources. അപ്പോൾ എ ബി coherent സോഴ്സുകളായി പ്രവർത്തിക്കും. ഇനി ഇക്വേഷൻ ഓഫ് ലൈറ്റ് വേവ്, ഇത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഈ ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്തും എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഇക്വേഷൻ ഒന്നുകൂടി പറയുന്നത്. വേവ് ഇക്വേഷൻ ഓർ ഇക്വേഷൻ ഓഫ് ലൈറ്റ് വേവ്. ഇപ്പോൾ ലൈറ്റ് വേവ് ഇക്വേഷൻ എന്താണ്, വേവ് ഇക്വേഷൻ എന്താണ്, അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഈ കൊഹറന്റ് സോഴ്സ് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് വേവ് ലെങ്ത് സെയിം ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ വേവ് ലെങ്ത് വരുന്നത്, അതിന് വേവ് ഇക്വേഷൻ മനസ്സിലാക്കിയാൽ മതി. എന്താണ് വേവ് ഇക്വേഷൻ ഓർ ഇക്വേഷൻ ഓഫ് ലൈറ്റ് വേവ്? Light wave is a simple harmonic wave and it is represented by the equation y is equal to a sin omega t plus epsilon. Equation number 1. ഒരു ലൈറ്റ് വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് y is equal to a sin omega t plus epsilon. Y displacement ഇവിടെ പറയുന്നുണ്ട്. Where y is the displacement, a is amplitude. You see, a is the amplitude. Omega angular velocity or angular frequency, t time, and epsilon is initial phase. അപ്പോൾ ഇവിടെ ഈ ഇനിഷ്യൽ ഫേസ് എപ്സിലൺ ആണ്, ആംപ്ലിറ്റ്യൂഡ് എ ആണ്, ഒമേഗയുടെ അകത്ത് ലാംഡയുണ്ട്. ഒമേഗ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ലാംഡ ടേമിലാണ്, കാരണം ഒമേഗ 2π ന്യൂ ആണല്ലോ, ന്യൂ ലാംഡായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അത് അടുത്ത ഇക്വേഷനകത്ത് നമ്മൾ പറയുകയാണ്. എപ്സിലൺ ഇസ് ഇനിഷ്യൽ ഫേസ്. ആൻഡ് ഇക്വലൻ്റ് ഫോം ഓഫ് ഇക്വേഷൻ നമ്പർ 1, ആ മുകളിൽ കാണുന്ന ഇക്വേഷൻ്റെ ഒരു ഇക്വലൻ്റ് ഫോമാണ്. Equation number 1 is y is equal to a sin 2π by lambda into vt plus x. Equation number 2, here there is lambda, that is 2π by lambda into v is actually omega, and 2π by lambda into x is initial phase epsilon, where lambda is the wavelength, v velocity wave, x path difference. അപ്പോൾ അതിൻ്റെ പ്രൂഫുണ്ട്. പ്രൂഫ് നമ്മുടെ നമുക്ക് ആവശ്യമുള്ളതല്ല, അതുകൊണ്ട് ആ പ്രൂഫ് ഒഴിവാക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ്. ഇൻ്റർഫറൻസ് പഠിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട രണ്ട് വാക്കുകളാണ് പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് എക്സ് എന്നോ ഡെൽറ്റ എന്ന് പറയാം, ഫേസ് ഡിഫറൻസ് എപ്സിലൺ എന്ന് പറയും, അല്ലെങ്കിൽ ഫൈ എന്നൊക്കെ പറയും. അപ്പോൾ ഇൻ്റർഫറൻസിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ടേമുകളാണ് പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് ആർ ടു ഇമ്പോർട്ടൻറ്റ് ടേംസ് ദാറ്റ് വി കം അക്രോസ് ഇൻ ഇൻ്റർഫറൻസ്. യു ലുക്ക് ഹിയർ, അത് മനസ്സിലാക്കാനായിട്ടൊരു പടമുണ്ട്. ഇവിടെ എ ബി രണ്ട് സോഴ്സുകളാണ്. പി എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ഓൺ ദി സ്ക്രീനാണ്. എയിൽ നിന്ന് ലൈറ്റ് ആരംഭിക്കും, ലൈറ്റ് ആരംഭിക്കും, ബിയിൽ നിന്ന് ആരംഭിക്കും. അവ ഡിഫറൻറ്റ് ഡിസ്റ്റൻസ് സഞ്ചരിക്കും, എന്നിട്ട് പിയിലെത്തുകയാണ്. അപ്പോൾ ഈ വ്യത്യസ്തമായ ദൂരം സഞ്ചരിച്ച് പിയിലെത്തുന്നത് കൊണ്ട് നമ്മൾ പറയും അവിടെ പാത്ത് ഡിഫറൻസ് ഉണ്ടെന്ന് പറയും. പാത്ത് ഡിഫറൻസ് എന്താണ്? ബി പി മൈനസ് എ പി ആയിരിക്കും. Consider two waves starting from A and B and reaching at P after traveling unequal distances. Then we say there is path difference. Path difference is given by delta equal to BP minus AP. That is explained here. Consider two light waves. Consider two light waves starting from A and B, sources A and B, and reaching at P after traveling unequal distances. Then there is a path difference. Path difference delta equal to BP minus AP. You write as delta. Delta is BP minus AP. അപ്പോൾ രണ്ട് വേവ്സ് വ്യത്യസ്തമായ ദൂരം സഞ്ചരിച്ച് ഒരു പോയിന്റ് പിയിലെത്തുമ്പോൾ അവിടെ എത്തുന്ന വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്താണ്? ഡെൽറ്റ. അത് ബി പി മൈനസ് എ പി എന്ന് പറയും. അതിൻ്റെ ചിത്രമാണ് നമ്മൾ താഴെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് വേവ്സ് സഞ്ചരിച്ച് പിയിലെത്തുന്ന ഒരു ചിത്രം നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഷോൺ ദി ഫിഗർ. ആ പാത്ത് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഫേസ് ഡിഫറൻസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുന്നത്. പാത്ത് ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ദെൻ ഫേസ് ഡിഫറൻസ് ഈസ് ഗിവൺ ബൈ എപ്സിലൺ ഈസ് 2π by lambda into delta. പാത്ത് ഡിഫറൻസ് ഡെൽറ്റയെ
2π/λ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ടേമിനെ പറയുന്ന പേരാണ് ഫേസ് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് when multiplied by 2π/λ we get phase difference. For example, a path of λ by 2 is equal to a phase of pi. λ by 2 path ആണെങ്കിൽ phase പൈക്ക് തുല്യമാണ്. And a path of λ is equal to a phase of 2π and so on. Phase of 2π and so on. Path, time and phase are interrelated and their relationship can be illustrated by the following table. അപ്പോൾ പാത്തും ഫേസും ടൈമും കേട്ടോ, പാത്തും ടൈമും ഫേസും മൂന്ന് ഇൻ്റർറിലേറ്റഡ് ആണ്. ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ പാത്തുണ്ട്, പാത്തുണ്ടെങ്കിൽ ഫേസും ഉണ്ട്. അപ്പോൾ അവ ഇൻ്റർറിലേറ്റഡ് ആണ്. എങ്ങനെയാണ് ആ റിലേഷൻ എന്ന് നോക്കുക. ഇതാണ് അവയുടെ റിലേഷൻ. ഒരു മോളിൽ ഫസ്റ്റ് കോളത്തിൽ ടൈം ടി, സെക്കൻഡ് കോളത്തിൽ പാത്ത് ഡെൽറ്റ, ലാസ്റ്റ് ഫേസ് എപ്സിലോൺ. മൂന്നും ഓരോന്നും ഈക്വലൻ്റ് ആകേണ്ടത് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വ്യത്യസ്തമായ ടേമുകൾ ഉപയോഗിച്ച് പറയുന്നു എന്ന് മാത്രം. A path of T/4 is equal to phase delta, which is equal to λ/4, and phase epsilon, which is π/2. Similarly, time T/2 is equal to path λ/2 is equal to phase pi, and time t, which is period, is equal to a path delta, that is equal to λ equal to a phase of 2π. അപ്പോൾ അതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിരിക്കുകയാണ്. ഗിവ് ദി വേവ് ഇക്വേഷൻ ഓഫ് എ ലൈറ്റ് വേവ്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഫോമിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നേരത്തെയും പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് വാട്ട് ആർ പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ്, ഹൗ ആർ ദി റിലേറ്റഡ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാണ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ്, ഹൗ ആർ ദി റിലേറ്റഡ്. യു നോ ഫേസ് ഡിഫറൻസ് എപ്സിലൻ ഈക്വൽ ടു 2π/λ ഇൻറ്റു ഡെൽറ്റ. ഡെൽറ്റ ഇസ് പാത്ത് ഡിഫറൻസ്. ഇനി ചില ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ പറയുകയാണ്. 1 മാർക്കിൻ്റെയൊക്കെ ചോദ്യം വരുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ നോൺ കഹറൻറ്റ് സോഴ്സസ്, ക്യാൻ ദേ പ്രൊഡ്യൂസ് സസ്റ്റൈൻഡ് ഇൻ്റർഫറൻസ്. അപ്പോൾ കൊഹറൻറ്റ് സോഴ്സ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നോൺ കൊഹറൻറ്റ് സോഴ്സസ്? നോൺ കൊഹറൻറ്റ് സോഴ്സ് എന്താണ്? യു ഹിയർ what are non-coherent sources? Can they produce sustained reference? Two independent sources of light which do not have a constant phase difference are called non-coherent sources. രണ്ട് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആയിരിക്കണം, ആ കോൺസ്റ്റൻ്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കില്ല. അത്തരം സോഴ്സുകളെ വിളിക്കുന്ന പേരാണ് നോൺ കൊഹറൻറ്റ്. അവയുടെ ആംപ്ലിറ്റ്യൂഡോ വേവ് ലെങ്തൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. ആ ഫേസ് റിലേഷൻഷിപ്പ് ഇല്ല, കോൺസ്റ്റൻ്റ് അല്ല, അല്ലെങ്കിൽ സീറോ അല്ല. ദേ കനോട്ട് പ്രൊഡ്യൂസ് സ്റ്റേഷണറി ഇൻറഫറൻസ്. അപ്പോൾ സോഴ്സ് ഇൻകൊഹറൻ്റ് ആണെങ്കിൽ സ്റ്റേഷണറി ഇൻറഫറൻസ് സാധ്യമല്ല. Does the law of conservation of energy hold good during interference? ഇൻ്റർഫറൻസ് സംഭവിക്കുമ്പോൾ ഈ കൺസർവേഷൻ ഓഫ് എനർജി അത് ശരിയാകുന്നുണ്ടോ, അത് വയലേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നേരെ മറിച്ചാണോ എന്നുള്ള ചോദ്യം. അതായത് ഈ ഡാർക്ക് ബാൻഡും ബ്രൈറ്റ് ബാൻഡും ഉണ്ടാകുന്ന ഇൻ്റർഫറൻസ്, അത് നമ്മൾ യങ്സ് എക്സ്പെരിമെൻറ്റ് പറയാൻ പോവുകയാണ്. ഈ ലൈറ്റ് വന്ന് വീഴുമ്പോൾ സൂപ്പർഇമ്പോസ് ചെയ്യുമ്പോൾ ചിലടത്ത് ഡാർക്ക് ബാൻഡായിട്ട് മാറും, ചിലടത്ത് ബ്രൈറ്റ് ബാൻഡ് നമുക്ക് കിട്ടും. അപ്പോൾ ചിലടത്ത് ലൈറ്റ് ഇങ്ങനെ അപ്രത്യക്ഷമാകുമ്പോൾ അത് ആ ലൈറ്റ് എനർജി അവരുടെ നശിക്കുകയാണോ, ആ ഡെസ്ട്രക്ഷൻ ഉണ്ടാകുകയാണോ എന്നൊരു ചോദ്യമാണത്. അപ്പം അത് അങ്ങനെയുള്ള ഇൻ്റർഫറൻസ് ഈ ലോ ഓഫ് കൺസർവേഷൻ എനർജിയുടെ വയലേഷനാണ്. വയലേഷൻ അല്ല, മറിച്ച് അവിടെ റീഡിസ്ട്രിബ്യൂഷനാണ്, ലൈറ്റിൻ്റെ റീഡിസ്ട്രിബ്യൂഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാണ് പറയുന്നത്. Does the law of conservation of energy hold good during interference? There is no violation of law of conservation of energy during interference.
Is it possible to obtain two coherent light sources from one coherent source? Give example. ഒരു സോഴ്സിൽ നിന്ന് രണ്ട് ലൈറ്റ് സോഴ്സുകൾ കോഹറന്റ് സോഴ്സുകൾ നിർമ്മിക്കാൻ പറ്റൂ. അതാണല്ലോ നമ്മൾ നേരത്തെ കണ്ടത്, യങ്സ് എക്സ്പെരിമെന്റ് കാണുന്നത് പോലെ. ഒരു സിംഗിൾ സ്ലിറ്റിൽ നിന്നുള്ള ലൈറ്റ് രണ്ട് അതർ സ്ലിറ്റ് എ ബിയിലൂടെ കടത്തി വിട്ടാൽ മതി. അതിൻ്റെ പടമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇതാണ് ചോദ്യം. ഈസ് ഇറ്റ് പോസിബിൾ ടു ഒബ്റ്റൈൻ ടു കോഹറന്റ് ലൈറ്റ് സോഴ്സസ് ഫ്രം വൺ കോഹറന്റ് സോഴ്സ്? ഗീവ് one example. Yes, in the case of double slit experiment, Young's double slit experiment. That experiment we see soon. Other question. Name the source that can produce tertiary interference. Coherent sources. Name the source that can produce coherent interference. Tertiary interference. Coherent sources. Next question. Can a laser beam produce coherent light? Laser beam coherent light produce ചെയ്യാൻ പറ്റുമോ? But the answer, yes. A laser beam can produce a highly coherent, collimated and intense beam of light. Other question, name the phenomenon that explain the color of thin films. ഇപ്പോൾ തിൻ ഫിലിംസ് ഇൻ്റർഫറൻസ് മൂലം ഉണ്ടാകുന്നു. തിൻ ഫിലിം കളേഴ്സ്, അതായത് നമ്മുടെ സോപ്പ് സൊല്യൂഷൻ ബബിൾ നമ്മൾ സൺലൈറ്റിൽ പിടിച്ച് നോക്കിയാൽ അതിൻ്റെ പുറത്ത് കളേഴ്സ് കാണാം, മഴവില്ലുപോലൊക്കെ കാണാം. അതിൻ്റെ കാരണം എന്താണ്? അത് റിഫ്രാക്ഷൻ അല്ല, മറിച്ച് ഇൻ്റർഫറൻസ് ആണ്. നെയിം ദി ഫിനോമിനൻ ദാറ്റ് എക്സ്പ്ലെയിൻസ് ദി കളേഴ്സ് ഓഫ് തിൻ ഫിലിംസ്. ഇൻ്റർഫറൻസ്. Do we still observe interference if the films are quite thick or wide? വളരെ വിസ്താരമുള്ള അല്ലെങ്കിൽ തിക്നെസ് കൂടുതലുള്ള ഒരു ഫിലിമിൽ ലൈറ്റ് വീണാൽ ഇൻ്റർഫറൻസ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ തിൻ ഫിലിം കളേഴ്സ് ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. നോ. ഫിലിമിന് ഒരു തിക്നെസ് കൂടിയാൽ, വളരെ കൂടിയാലും, ഇനി അൾട്രാ തിൻ ആണെങ്കിലും ഈ തിൻ ഫിലിം കളേഴ്സ് ഉണ്ടാകത്തില്ല, ഇൻ്റർഫറൻസ് ഉണ്ടാകത്തില്ല. ഉണ്ടാകും, പക്ഷേ ലൈറ്റ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഈ ഇൻ്റർഫറൻസ് മൂലം ഫിലിമിൽ കളേഴ്സ് കാണണമെങ്കിൽ അതിൻ്റെ തിക്നെസ് ഒരു 10⁻⁴ സെൻറ്റിമീറ്റർ ഓർഡർ ആയിരിക്കണം. Do we observe interference if the films are quite thick or wide? ഉത്തരം നോയാണ്. അതിനൊരു പ്രത്യേക തിക്നെസ് വേണം, തിൻ ഫിലിം ഇൻ്റർഫറൻസ്. And that is all with your 48th lecture on Class 12 Physics. We continue our class. Thank you very much.